ശിവക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ഇവിടെ എല്ലാ വർഷവും നടത്തിവരാറുള്ള കർക്കിടക വാവ് പിതൃബലി ഈ വർഷവും വളരെ ഗംഭീരമായിട്ട് തന്നെ കൊണ്ടാടുവാൻ എല്ലാവരും തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പിതൃക്കളെ സ്മരിക്കുന്നതിനും നമ്മളവർക്ക് വേണ്ടി എല്ലാ വർഷവും ഒരു ബലിതർപ്പണം എന്നുള്ള രീതിയിൽ അവർക്ക് ശ്രാദ്ധ കൂട്ടുന്നതിനും വേണ്ടിയുള്ള സൗകര്യം ഇവിടെ നമ്മൾ ഒരുക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിതൃക്കൾ, അതായത് ആത്മാക്കളുടെ ദിനം അല്ലെങ്കിൽ പിതൃക്കളുടെ ദിനം എന്നാണ് കർക്കിടകവാവിനെ നമ്മൾ ഹിന്ദുക്കൾ കൊണ്ടാടുന്നത്. അപ്പോൾ അവരെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ കുടുംബത്തിനും കുട്ടികൾക്കും എല്ലാവർക്കും ശ്രേയസ്സും ഐശ്വര്യവും ഉണ്ടാവുള്ളൂ. പിതൃദോഷം ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം എല്ലാത്തിനും ഒരു വിഘ്ന തടസ്സങ്ങളായിട്ട് മാറുന്നതാണ്. അത് മാറാൻ വേണ്ടിയിട്ട് പിതൃബലി നമ്മൾ കൊണ്ടാടുകയും വേണം. അതിനുള്ള സൗകര്യം ഇവിടെ സമിതിയും ദേവസ്വവും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ വർഷവും മുമ്പത്തേക്കാളും തിരക്ക് കൂടുന്നതായിട്ടാണ് അനുഭവപ്പെടാറുള്ളത്. പിന്നെ തിലഹോമത്തിന് വേണ്ട സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അതിപുരാതനമായൊരു ക്ഷേത്രമാണ് പള്ളിമണ്ണ ശിവക്ഷേത്രം. ക്ഷേത്രത്തിന് ഏതാണ്ട് 2000 വർഷത്തെ പഴക്കമാണ് കണക്കാക്കിയിട്ടുള്ളത്. ക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങൾ ലോകപ്രശസ്തമാണ്. ചുമർചിത്രങ്ങൾക്ക് മാത്രം 600 വർഷത്തിൽ കൂടുതൽ പഴക്കം കണക്കാക്കിയിട്ടുണ്ട്. കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷിത സ്മാരകമാണ് പള്ളിമണ്ണ ശിവക്ഷേത്രം. പിന്നെ പള്ളിമണ്ണ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, തെക്ക് നിന്ന് വടക്കോട്ട് ഒഴുകുന്ന പുഴയും പുഴയ്ക്ക് അഭിമുഖമായിരിക്കുന്ന മഹാദേവനാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന സവിശേഷത. ക്ഷേത്രത്തിൽ നടന്ന ജ്യോതിഷ പണ്ഡിതരുടെ പല പ്രശ്ന ചിന്തകളിലും പറഞ്ഞേക്കുന്നത് ബലിതർപ്പണത്തിന് തിരുനെല്ലിക്ക് സമമാണ് പള്ളിമണ്ണ ശിവക്ഷേത്രം എന്നാണ്. കല്യാണമൂർത്തിയാണ് പള്ളിമണ്ണ തേവരി ആയതിനാൽ അഭീഷ്ടവരദായകനും ക്ഷിപ്രപ്രസാദിയുമാണ് പള്ളിമണ്ണ തേവരി. ഇവിടെ നാളത്തെ ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുന്ന നാട്ടുകാരും അതിൽ സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി. ബലിതർപ്പണം പുലർച്ചെ 3 മണി മുതൽ ആരംഭിക്കും. കാഞ്ഞിരക്കാട്ടില്ലത്ത് പരമേശ്വരൻ ഇളയതിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഏതാണ്ട് 2000-ൽ പരം ജനങ്ങളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്ഥലപരിമിതികളുടെ പ്രശ്നങ്ങളുണ്ട്, എന്നാലും അത് ഓരോ വർഷവും ഞങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം ഇതിനേക്കാളും ഭംഗിയാക്കിയിട്ട് ഞങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരുക്കങ്ങൾക്കായിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡും പുരാവസ്തു വകുപ്പൊക്കെ ക്ഷേത്ര ഉപദേശക സമിതിയോട് വളരെയധികം സഹകരിച്ചിട്ടുണ്ട്. അവരോടുള്ള കടപ്പാട് ഞങ്ങൾ അറിയിക്കുകയാണ്. കൂടാതെ 3 മണി മുതൽ തന്നെ വരുന്ന ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണം എല്ലാം ഉപദേശക സമിതി ഒരുക്കിയിട്ടുണ്ട്. ഈ അവസരം എല്ലാ ഭക്തജനങ്ങളും ഉപയോഗിക്കണം. എല്ലാവരും പള്ളിമണ്ണ ക്ഷേത്രത്തിലെത്തി ബലിതർപ്പണ ചടങ്ങുകൾ നിർവഹിക്കണമെന്ന് ഉപദേശക സമിതിക്ക് വേണ്ടിയിട്ട് പറയുന്നു. പള്ളിമണ്ണ ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതിയേക്കാൾ കൂടുതൽ ഞങ്ങളോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് മാതൃസമിതി. വളരെ ആക്റ്റീവായിട്ടുള്ളൊരു മാതൃസമിതി ഉണ്ട്. ആ മാതൃസമിതിയുടെ സഹായങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് സഹായകരാണ്. വേറെ എവിടെയും ഇത്രത്തോളം ആക്റ്റീവായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെ മാതൃസമിതിയുടെയാണ് ഭൂരിഭാഗം അംഗങ്ങളും സഹായങ്ങൾക്കും കാര്യങ്ങൾക്കും ആയിട്ടുണ്ടാകുന്നത്. അവരോടുള്ള നന്ദി ഇവിടെ ഞങ്ങൾ അറിയിക്കുന്നു.